താപനില ഉയരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ സാധാരണയേക്കാൾ 3 ഡിഗ്രി വരെയാണ് താപനില ഉയരുക. സംസ്ഥാനത്ത് ഇന്ന് 2 ഡിഗ്രി മുതൽ 3 ഡിഗ്രി വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഉയർന്ന ചൂട്, സൂര്യാഘാതം, സൂര്യതാപം, നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാക്കും. അതുകൊണ്ട് പൊതുജനങ്ങൾ ചില നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതുണ്ട്. പകൽ 11 മുതൽ 3 വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണം. പരമാവധി ശുദ്ധജലം കുടിക്കണം. ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കുന്നത് തുടരണം. നിർജ്ജലീകരണം ഉണ്ടാക്കുന്ന മദ്യം, കാപ്പി, ചായ, കാർബണേറ്റഡ് ശീതളപാനീയങ്ങൾ തുടങ്ങിയവ പകൽ സമയത്ത് ഒഴിവാക്കണം. അയഞ്ഞ ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കണം. പുറത്തിറങ്ങുമ്പോൾ പാദരക്ഷകൾ ധരിക്കുക. കുടയോ തൊപ്പിയോ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കുമെന്നും നിർദ്ദേശത്തിൽ പറയുന്നവയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കേണ്ടതും ക്ലാസ് മുറികളിൽ വായുസഞ്ചാരം ഉറപ്പാക്കേണ്ടതുമാണ്. പരീക്ഷാകാലമായാൽ പരീക്ഷാ ഹാളുകളിലും ജലലഭ്യത ഉറപ്പാക്കണം. ന്യൂസ് ഡെസ്ക്, സെഡ്കോ ന്യൂസ്. അടുത്ത 1000 വർഷങ്ങൾ കഴിയുമ്പോൾ മനുഷ്യർ എങ്ങനാകും? ഈ ഒരു കാര്യത്തിൽ കൃത്യമായ പഠനം നടത്തി ഗവേഷകർ. ഉയരക്കുറവ് ഉണ്ടാകും. ത്വക്കിന്റെ നിറം ഏതാണ്ട് ഒരുപോലെ വരും. കറുത്തവരും വെളുത്തവരും എന്ന വ്യത്യാസം മാഞ്ഞു പോകുമെന്നും ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നു. മനുഷ്യ പരിണാമം എങ്ങനെയായിരിക്കുമെന്ന കാര്യത്തിലാണ് ഇപ്പോൾ ഗവേഷകർ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടെയാണ് പുതിയ പഠന നിഗമനം പുറത്തു വന്നത്. മനുഷ്യർ ഉയരം കുറഞ്ഞവരാകുമെന്ന് പഠനത്തിൽ പറയുന്നു. കറുത്തവരും വെളുത്തവരും എന്ന വ്യത്യാസം മാഞ്ഞു പോകും. ത്വക്കിന്റെ നിറം എല്ലാ മനുഷ്യർക്കും ഏതാണ്ട് ഒരേപോലെയാകും. ഭൂമിയിലെ മനുഷ്യരുടെ ഘടനയും ഏകദേശം ഏകരൂപമായി തീരും. എന്നാൽ ഇതൊക്കെ സംഭവിക്കുമ്പോഴും മനുഷ്യർ കൂടുതൽ സൗന്ദര്യമുള്ളവരായി മാറുമെന്നും ഗവേഷകർ പറയുന്നു. ഇവല്യൂഷണറി ജനറ്റിസിസ്റ്റ് ആയ പ്രൊഫസർ മാർക്ക് ജി തോമസിന്റെ അഭിപ്രായ പ്രകാരം മനുഷ്യർ ഭാവിയിൽ പൊക്കം കുറഞ്ഞവരാകുമെന്നാണ്. കൂടുതൽ കുട്ടികൾ ഉണ്ടാകുന്നവരുടെ ജനിതക പാരമ്പര്യമാണ് നിലനിൽക്കുക. പണ്ടാളുകൾക്ക് ശരാശരി ആയുർദൈർഘ്യം കുറവായിരുന്നത് കാരണം ഇന്ന് നിലനിൽക്കുന്നവർ ആ കാലത്തെ അതിജീവിച്ചവരുടെ പിൻഗാമികളാണ്. എന്നാൽ ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ വളർച്ചയ്ക്കനുസരിച്ച് പല രോഗങ്ങൾക്കും ചികിത്സയോ പരിഹാരമോ കണ്ടെത്താൻ സാധിക്കും. ഇതോടെ അടുത്ത തലമുറയെ സൃഷ്ടിക്കാൻ അവർക്ക് കൂടുതൽ കാലം ജീവിക്കാൻ സാധിക്കുമെന്ന നില വരും. അങ്ങനെ വരുമ്പോൾ ഏതൊക്കെ ജീനുകളാണ് അടുത്ത തലമുറയിലേക്ക് കൈമാറ്റപ്പെടുകയെന്നതിൽ പ്രകൃതി മറ്റൊരു തീരുമാനത്തിലേക്ക് എത്തും. അങ്ങനെ വരുമ്പോൾ പ്രത്യുൽപാദനത്തിന് യോഗ്യമാകുന്ന പ്രായം വളരെ കുറഞ്ഞെന്ന് വരാം. നേരത്തെ പ്രായപൂർത്തിയാകുന്നത് പിന്നീട് ശാരീരിക വളർച്ചയുടെ വേഗത കുറയ്ക്കും. അങ്ങനെ സംഭവിച്ചാൽ ആളുകൾക്ക് പൊക്കം കുറഞ്ഞെന്നും വരാം. നേരത്തെ പ്രായപൂർത്തിയാകുന്നവർക്ക് കൂടുതൽ കുട്ടികൾ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ സമൂഹത്തിൽ ഉയരം കുറഞ്ഞവരുടെ എണ്ണം കൂടുന്നതിന് ഇത് കാരണമാകുമെന്നും പ്രൊഫസർ മാർക്ക് ജി തോമസിന്റെ സിദ്ധാന്തത്തിൽ പറയുന്നു. ലണ്ടൻ യൂണിവേഴ്സിറ്റി കോളേജ് പ്രൊഫസറാണ് മാർക്ക് ജി തോമസ്. പൊക്കം കുറഞ്ഞാലും കാണാൻ അഴകുള്ളവരായി മാറുമെന്നാണ് ഇദ്ദേഹത്തിന്റെ അഭിപ്രായം. ശാസ്ത്രം വളരുമ്പോൾ മരണം സംഭവിക്കുന്നതിന്റെ കാരണങ്ങൾ കുറയുന്നു. ഇതോടെ സ്ത്രീകൾക്ക് തങ്ങളുടെ പങ്കാളികളെ തിരഞ്ഞെടുക്കാൻ ഒരുപാട് ഓപ്ഷനുകൾ ലഭിക്കും. അതിൽ കഴിവും സൗന്ദര്യവും കരുത്തും കൂടുതലുള്ള പുരുഷന്മാർ അതിജീവിക്കും. അങ്ങനെ വരുമ്പോൾ അതിജീവിച്ചവരുടെ ജീനുകൾ കൂടുതലായി പങ്കുവെക്കപ്പെടും. അപ്പോൾ സമൂഹത്തിൽ സൗന്ദര്യമുള്ളവരുടെ എണ്ണം കൂടുമെന്നും പ്രൊഫസർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, സെഡ്കോ ന്യൂസ്. ഈ വരുന്ന പ്രണയ ദിനത്തിൽ ബ്രേക്കപ്പ് ആയവർക്ക് ഒരു സന്തോഷ വാർത്ത. നിങ്ങളുടെ എക്സിന്റെ പേര് പാറ്റ, എലി, പുഴു എന്നിവയ്ക്ക് ഇടാൻ ഒരു സുവർണാവസരം. നർമ്മം കലർന്ന പരിപാടിയാണെങ്കിലും വന്യജീവി സംരക്ഷണമാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അമേരിക്കയിലെ ന്യൂയോർക്കിലുള്ള ബ്രോങ്സ്, ടെക്സാസിലെ സാൻ ആന്റണിയോ, ഒഹായോയിലെ കൊളംബസ് തുടങ്ങിയ മൃഗശാലകളിലാണ് വാലന്റൈൻസ് ദിനത്തിൽ ബ്രേക്കപ്പായ ആളുകൾക്കായി ഈ ഒരു പരിപാടി നടത്തുന്നത്. പാറ്റകൾ, എലികൾ അല്ലെങ്കിൽ പുഴുക്കൾ എന്നിവയ്ക്ക് നിങ്ങളുടെ മുൻ കാമുകിയുടെയോ കാമുകന്റെയോ പേരിടുന്നതാണ് ഈ ചടങ്ങ്. നർമ്മം കലർന്ന പരിപാടിയാണെങ്കിലും ഇതിലൂടെ വന്യജീവി സംരക്ഷണം കൂടിയാണ് ഇവർ നടപ്പിലാക്കുന്നത്. സിംഗിൾ ആണെങ്കിൽ നിങ്ങൾ ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഈ മൃഗശാലകളിലേക്ക് പോകാം. ഇതൊരു മധുര പ്രതികാരത്തിനുള്ള അവസരം കൂടിയാണ്. ബ്രോങ്സ് മൃഗശാലയിൽ നെയ്മെ റോച്ച് എന്ന പരിപാടിയിലൂടെ ആളുകൾക്ക് അവരുടെ മുൻ കാമുകന്റെയും കാമുകിയുടെയും പേര് പാറ്റയ്ക്ക് നൽകാമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. നിങ്ങൾക്ക് ഒരു മഡഗാസ്കർ ഹിസ്സിംഗ് ക്രോക്കോച്ചിനാണ് പേര് നൽകാൻ കഴിയും.